ഹായ് ഹലോ, ഇന്ന് നല്ലൊരു തക്കാളി ചോറ് ഉണ്ടാക്കാൻ പോവാണ്. പാത്രം താടാ, പാത്രം താ. അമ്മ ഉള്ളി എഴുതിട്ടെ ഒരു വേല ചെയ്യാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ ജിത്തോട്ട് ഉള്ളി വെച്ചിരുന്ന പാത്രം എടുത്തിട്ട് കളിക്കാനായിട്ട് എടുത്തു. പിന്നെ ഞാൻ വേറൊരു പാത്രം എടുത്ത് ഉള്ളി അരിയാണ് കേട്ടോ. അപ്പോൾ സൈഷനാണ് നമ്മൾ തക്കാളി ചോറ് കിട്ടുന്നത്. എനിക്ക് തക്കാളി ചോറിനെ പറ്റി വലിയ പിടിയൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ തക്കാളി ചോറിനൊന്നും അങ്ങനെ വലിയ പ്രാധാന്യം ഇല്ലല്ലോ. ഇവിടെ തക്കാളി ചോറ്, തക്കാളി സാദം, പിന്നെ തൈര് സാദം ഒക്കെയാണ് നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ സൈഷേട്ടൻ അങ്ങനെ തക്കാളി ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ജിത്തൂട്ടിന് ഭയങ്കര വീർതയാണ്. അവനെ ഉറക്കാൻ നോക്കുവാണ് കേട്ടോ. ഒരു വിധത്തിൽ ഉറങ്ങുന്നില്ല. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ചോറിനാറായപ്പോഴത്തേക്കും ആൾ ഉറക്കമായി കേട്ടോ. സൈഷേട്ടനാണെങ്കിൽ തക്കാളി സാദം, തൈര് സാദമൊക്കെ നല്ലവണ്ണം കഴിക്കും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് തക്കാളി ചോറ് തിന്നുന്നത്. അതിൻ്റെ കൂടെ കറിയായിട്ട് ഇതേ സലാഡ് ഞാൻ ഉണ്ടാക്കി. അതിനുശേഷം ചമ്മന്തി അരച്ചു. പിന്നെ നമ്മൾ ഒരു മുട്ട എടുത്തിച്ച് മുട്ട പൊരിച്ചു കേട്ടോ. പിന്നെ സൈഷൻ്റെ ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ട്. ഒരു എന്താ പറയുക, ഉള്ളിയും മുളക് എല്ലാം കൂടി ചുട്ടെടുത്തിട്ട് കൈ കൊണ്ട് ഞെരടി ഉടച്ച് നല്ല സൂപ്പർ നല്ല എണ്ണം പുളിയും മുളകും ഞെടും കേട്ടോ. അടിപൊളിയാണ്. അത് പഴങ്ങഞ്ഞ കുടി അടിപൊളി ഇലയിൽ വിളമ്പി ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അടിപൊളിയാ. ബിരിയാണി തന്നെ നിനക്കുണ്ടാ? ഇതാണ് സൂപ്പർ. എന്താണ് പെട്ടെന്നുള്ള ആഹാരങ്ങൾ? ശേഷം രാത്രി നമുക്ക് മാഗി ആയിരുന്നു. അതും സൈഷേട്ടൻ തന്നെയാണ് ഉണ്ടാക്കിയത്. മാഗി നല്ലോണം ഉണ്ടാക്കും കേട്ടോ. എനിക്ക് മാഗിയെ പറ്റി വലിയ പിടിയൊന്നുമില്ല. പിന്നെ കുരുമുളകൊക്കെ ഇട്ട് സൈഷേട്ടൻ ഒരു പുളിസ അടിച്ചു. നമുക്കിതേ മുട്ട പൊരിക്കുവാണ്. അതിൻ്റെ കൂടെ മാഗിയും കൂട്ടി രാത്രി കഴിച്ചു. അപ്പോൾ വേറെ ചോറ് വെക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. കഴിഞ്ഞില്ലെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് യാത്രയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതേ രാത്രി മാഗിയും കഴിച്ചിട്ട് ഉറങ്ങാൻ പോവാണ്. നമ്മളിന്ന് ചായ ഇടാൻ ലേറ്റായിപ്പോയി കേട്ടോ വൈകുന്നേരം. അപ്പോൾ മാഗി കഴിച്ചതിന് ശേഷം രാത്രിയാണ് ഞാൻ ചായ ഇട്ടത്. പിന്നെന്താ പറയുക, സത്യം പറഞ്ഞാൽ മാഗി ഞാൻ കഴിക്കുന്നത് തമിഴ്നാട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലങ്ങനെ ഒന്നും മാഗി ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ സൈഷേട്ടൻ നല്ല സൂപ്പറായിട്ട് നല്ല പച്ചക്കറി വെജിറ്റബിളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ല രസം നിർത്തുന്നു. പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്